So if you are punch, that is functional punch, the same way like how I use the skeleton, you can use that. Advantage, it can cut on all sides. I tried to outline the optic nerve which will come here. In this case, forward. ഒപ്റ്റിക്കിന് വേണ്ടിയിട്ട് അവിടെ വരിക. നീ ഡീകംപ്രസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഏതാ നീ ഒപ്റ്റിക്കിനോ ഡീകംപ്രസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ ചെയ്ത്? ഇവിടുന്ന് ലാറ്ററൽ പോലെ ഡ്രിൽ ചെയ്യും. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത്? ഓപ്റ്റിക് അവന് മോഡലിൽ പോകണില്ല, ഇത് ഡ്രിൽ ചെയ്യും. ഭയങ്കര തിക്ക് പോകണം, ഭയങ്കര തിക്ക് പോകണം. ഇത് ഡ്രിൽ ചെയ്യും. എൻ്റെ ഓപ്റ്റിക് നോക്ക് ഇങ്ങനെ തുറന്ന് നോക്കും. അതൊക്കെ എനിക്ക് കാണിച്ചു തന്നെ, അതൊക്കെ പഠിക്കേണ്ടത്. So that you can see the underlying structures. അതെന്താ ഇപ്പോൾ ബൾജ് ചെയ്ത് വരുന്ന സാധനം എന്താ? ഏതോ ഒപ്റ്റിക് നർവ് സെൻറ്ററിലുള്ളത് നീ പറഞ്ഞ പോലെ സെല്ലാണ്. സൈഡിൽ വരുന്നത് മോഡൽ വരുന്നത് ഓപ്റ്റിക്, താഴെ വരുന്നത് കറക്റ്റ്. അത് കാണുന്നില്ല. അത് ഒപ്റ്റിക് കയറിയിട്ട് റിസസ് അല്ല ഇപ്പോൾ കാണുന്നത്. അല്ല ബൾജ് വരുന്നില്ല സാധനം. Optic nerve. ആ ഒപ്റ്റിക് നർവ് അത് അത് The vascular structures beneath it. പഞ്ച് ചെയ്യല്ലേ വേറെ? കേട്ടോ ഇങ്ങനെ ലാറ്ററിലോട്ടാണ് ഈ താൻ ചെല്ലട് ചോദിച്ചത്. സായിപ്പുമാർ ഇങ്ങനെ ചെയ്യുന്നത്. നീ പറഞ്ഞു ഇൻഫീരിയറിലേക്ക് ഓപ്പൺ ചെയ്യാവുന്ന നമുക്കറിയില്ല. അത് സ്പിന്നോട് ഉള്ളിൽ അവന്മാർ ഉള്ളിൽ കയറി നോക്കും, എന്നിട്ടാണ് കേട്ടോ. So you can do the optic nerve decompression when that module is here. So that's optic nerve. And the മുകളിലിടാ. മുകളിൽ കാണുന്ന ആ വെള്ളമില്ല, ഇങ്ങനെ 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 പോകുന്ന ആ വെള്ളം നേരത്തെ പഞ്ച് ചെയ്തില്ല. ഇപ്പോൾ സക്ഷൻ വെച്ചതിൻ്റെ മുകളിലൊരു വെള്ളം കാണുന്നില്ല. അതവിടെ മുകളിൽ കാണുന്നത് ഓപ്റ്റിക്, താഴെ കാണുന്ന കരോട്ട്, നടുവിൽ സെല്ലായി ഓപ്റ്റിക്കോ കനാറ്റിക് റിസസ്. ആ ചോപ്പ് കാണുന്നത് കരോട്ടിലാണ്. ചോപ്പ് അല്ലടോ, ഒപ്റ്റിക് കരോട്ട് റിസസ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഹൊറിസോണ്ടൽ അവിടെ നമ്മൾ ഡീകംപ്രസ് ചെയ്യേണ്ടത്. അവിടെ ജസ്റ്റ് ഒരു മുട്ടേനെ പോലെ ഡിസെക്ട് ചെയ്യുന്ന പോലെ ഇത് ചെയ്തിട്ട് ആ ഒരു പരിപാടി ഇല്ലേ. So sphenobarbital artery will be along the lateral wall of the nose, in the posterior part. It will be somewhere between the insertion of the middle turbinate and inferior turbinate in the posterior aspect. So I will make an incision here and start elevating the mucosa inferior. അതൊന്ന് നോക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ശരിക്കും ഒരു കോളറായിട്ട് ഇട്ടിട്ട് ആ ബ്ലീഡിക്ക് വരുന്നതിൻ്റെ മുകളിൽ ഇൻസിഷൻ ഇട്ടപ്പോൾ കറക്റ്റ് ക്രസ്റ്റ് ഏറ്റവും കൂടി ക്രസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ പഠിച്ചു അങ്ങനെ ചെയ്തത്. ഷെറീഫ് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. ഈ പോസ്റ്റീരിയർ എത്തമോഡിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അവിടെ ജസ്റ്റ് മ്യൂക്കോസ് എലിവേറ്റ് ചെയ്താൽ എത്തമോഡ് ക്രസ്റ്റ് ചെയ്ത് നിർത്തും. എം ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. ഇൻഫ്രണ്ട് അല്ലേ?
back here. അതാണ് ലാൻഡ് മാർക്ക് അല്ലേ? പോസ്റ്റീരിയർ എൻഡ് ഓഫ് ഫീൽഡിൽ ടെർമിനേറ്റ് ഇൻഫീരിയർ ടെർമിനേറ്റിന് അവിടുന്ന് 1.5 സെൻറ്റിമീറ്റർ വരും ആൻറ്റീരിയർ അല്ലേ? ഐഫോണും കൂറ ക്യാമറയും നോക്കിയ വ്യത്യാസം. Basically elevating the mucosa of the lateral wall between the two terminates, and the artery will be more nearer to the inferior terminate. ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക, ബ്ലീഡിങ് ഉള്ള തൊട്ടേ കറക്റ്റ് സ്ഥലം കാണാം എവിടുന്നാണ് വരുന്നത്. അത് ട്രൈ ചെയ്ത് പോയാൽ മതി. The soft tissue is not quite clean. In the live body, you will get a very clean vein between soft tissue and bone. കൊളറാഡോ ഇട്ട് പിടിച്ചാൽ മതി. There is not much bone behind. Immediately, it very finding the vein. The actual live section of this, we will be using the monocular diaphragm to make the lateral cut. That will give you this kind of thing. This is static, whereas the നമുക്കൊന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. here. Dr. Anand.